പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു സെക്കൻഡ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രതിഷേധമല്ലല്ലോ അതെന്ന്. ഞാൻ ആ ഉത്തരമാണ് പറഞ്ഞത്. ആ ചോദ്യം അല്ലല്ല, ഞാൻ ആ ഉത്തരം ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. പറഞ്ഞു തുടങ്ങിയപ്പോഴേ താങ്കൾ അതേ ചോദ്യം ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണല്ലോ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ചില വിഷയങ്ങൾ, വിലക്കയറ്റവും അതുപോലുള്ള ചില അഴിമതി വിഷയങ്ങളിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചു. താങ്കൾ നോക്ക്, ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസ്, ഡൽഹി ഭരിച്ചിരുന്നത് UPA. മൻമോഹൻ സിംഗ് എയർപോർട്ടിൽ ഇറങ്ങി, ഒരു പോലീസും അറിഞ്ഞില്ല. ഞങ്ങളിവിടെ പേട്ടയിലും ചാക്കയിലും ഒക്കെ കരിങ്കൊടി കാണിച്ചു. ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് എന്തേ ഇവിടുത്തെ പോലീസ് സംവിധാനം അത് അറിയാത്തത്? റഹീമൊക്കെ എത്രയോ തവണ ഒരു പോലീസ് സംവിധാനത്തിന്റെ എല്ലാത്തിനെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിയില്ലേ? ഇവരെല്ലാം പറയുന്ന കാര്യം അവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഉദാഹരണം ഏത് പരിപാടിയിലാണോ പങ്കെടുക്കേണ്ടത് ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നു. ഇവിടെ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതാണ് അവിടുത്തെ സുരക്ഷാ വീഴ്ചയും സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുമാണെന്ന ആരോപണം വരാൻ കാരണം. അല്ലല്ല, ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഒരു പ്രതിഷേധ പരിപാടി, ഒരു കരിങ്കൊടി പ്രകടനം ആസൂത്രണമായി സംഘടിപ്പിക്കാൻ എല്ലാ സംഘടനകൾക്കും അറിയാം. ആ മൊമെന്റിൽ ഇൻഫർമേഷൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടുന്നു, അവരറിയിക്കുന്നു, അറസ്റ്റ് ചെയ്യാനുള്ള സമയം ചോദിക്കുന്നു. വേറെ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 തവണ അദ്ദേഹം കേരളത്തിൽ വരാൻ പോയപ്പോൾ ഈ റഹീം ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യാത്ര തിരിച്ചുപോയി. ഒടുവിൽ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വഴിയിൽ മുഴുവൻ കരിയോയിലൊഴിച്ചു. ശിവഗിരിയിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തോട് കേരള പോലീസ് പറഞ്ഞു, താങ്കളുടെ റിസ്കിൽ വേണമെങ്കിൽ വന്നു പോകൂ. അദ്ദേഹം പറഞ്ഞു, 4 തവണ കേരളത്തിൽ പ്രശ്നം കൊണ്ട് ഞാൻ എൻ്റെ യാത്ര മാറ്റിവെച്ചു, ഞാൻ വരുന്നു. മോഡി അദ്ദേഹത്തിൻ്റെ റിസ്കിൽ വന്നിട്ട് പോയി. വേറൊന്ന്, TP ശ്രീനിവാസൻ കോവളത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നിങ്ങൾ പിടിച്ച് കാരണം തടിച്ചില്ലേ റഹീമെ? ഗുജറാത്ത് മുഖ്യമന്ത്രി അല്ല, റഹീമിയുടെ മനോരമ പത്രമാണ് ഏറ്റവും ആദ്യമായിട്ട് എടുത്ത് കാണിച്ചത്. ഇതിനു മുമ്പ് വന്ന മനോരമ പത്രത്തിൽ എല്ലാ വാർത്തകളും റഹീം യോജിക്കുന്നുണ്ടോ? മനോരമ ഇവിടെ ഞാൻ ഇതുകൊണ്ട് വന്നല്ല, ഇതുവരെ വന്ന മനോരമ പത്രത്തിൽ നരേന്ദ്രമോദി 2013 ശിവഗിരിയിൽ വന്ന സമയത്തെ കാര്യമെടുക്കാം. ഇപ്പോൾ സ്വന്തം റിസ്കിൽ എന്ന ഒരു വാചകം അത് മധ്യപ്രദേശ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യമാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച്, ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം അതേപടി അനുസരിക്കുകയാണ് ചെയ്തത്. ഇവിടെ രാജേഷ് പറഞ്ഞു സ്വന്തം റിസ്കിൽ നിന്ന് കേരള പോലീസ് 2013 ഏറ്റവും അവസാനം 2013 അത് കേരളത്തിൽ വരണമെന്ന് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി പറയുകയും അദ്ദേഹം വരികയും ചെയ്തതാണ്. ശ്രീ മഞ്ജുഷേ, രാജേഷ് പറയുന്ന എല്ലാ കാര്യവും മഞ്ജുഷ് കൂടി കൂട്ടുപിടിച്ചു കൊടുക്കരുത്. എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ജനങ്ങൾ കണ്ട ആധികാരികത താങ്കൾ പറഞ്ഞു. റഹീം ഇടപെട്ട ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടേണ്ട കാര്യം ഉണ്ടെങ്കിൽ പറയും. അതല്ല, ഞാൻ ശ്രീ TN പ്രതാപൻ പറഞ്ഞപ്പോൾ ഇടപെട്ടത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. TN പ്രതാപൻ നിങ്ങളുടെ ഇടയിൽ ഇടപെട്ടത് നിങ്ങളുടെ ക്ലാരിറ്റി വേണ്ട, ഇത് ക്ലാരിറ്റിക്ക് വേണ്ടിയില്ല, ഇത് ഇടയ്ക്ക് ഇടപെടുന്നതാണ്. അത് തെറ്റ്. പറഞ്ഞോളൂ. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ഞാൻ പറയട്ടെ മഞ്ജുഷേ, ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ വന്ന ഈ പിണറായി സർക്കാർ ഭരിക്കുമ്പോഴല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനത്തിനകത്ത് പ്രതിഷേധമുണ്ടാകും. ദൗർഭാഗ്യകരമായി ശ്രീ TN പ്രതാപൻ അതിന് അങ്ങനെ കുടപിടിക്കുകയാണ്. അത് ശരിയാണോ? രാഹുൽ ഗാന്ധിക്ക് UP-യിൽ നിന്ന് പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടില്ലേ? ഈ പറയുന്ന അമിത്ഷാ നിങ്ങളുടെ നരേന്ദ്രമോദിക്ക് ഇവിടുത്തെ പരിപാടി ഉപേക്ഷിക്കേണ്ടതിനെ കുറിച്ച് വാചാലമാവുന്നുണ്ടല്ലോ. പ്രതിഷേധത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ നിന്ന് പരിപാടി ഉപേക്ഷിച്ച് കടന്നു പോകേണ്ടി വന്നിട്ടില്ലേ? പട്ടേൽ പ്രതിഷേധത്തിൽ തുടർന്ന് 6 മിനിറ്റ് കൊണ്ട് അമിത്ഷാക്ക് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങി പോകേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. ആ വാർത്ത ഞാനും കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഇതിനെയൊന്നും കൂട്ടിക്കെട്ടരുത്. ഇത് ഭരണഘടനാപരമായൊരു പ്രശ്നമാണ്. ഇത് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഗവർണർ സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്ത ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് അവിടെ പോകുമ്പോൾ സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തറവാട്ടിൽ തരുന്ന ഔദാര്യമല്ല. ഈ ഗവൺമെന്റിന്റെ, നിങ്ങളുടെ ഗവൺമെന്റിന്റെ നിയമപരമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിങ്ങൾ ബോധപൂർവമായ അലംഭാവം കാണിച്ചു. എന്നിട്ട് വന്നിരുന്ന് പണ്ട് നടന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്ത് പിടിച്ച് ന്യായീകരിക്കുക. അതിന് ന്യായീകരണത്തിന് ശ്രീ TN പ്രതാപനെ പോലുള്ള ആൾ കൂട്ടു നിൽക്കുക. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് സാർ. ഇവിടെ ഉമ്മൻചാണ്ടി നിങ്ങൾ പറഞ്ഞു തടഞ്ഞുവെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ EP ജയരാജനെ വഴിയിൽ തടഞ്ഞത്? ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെ വഴിയിൽ തടഞ്ഞില്ലേ? വഴിയിൽ തടയും.
കരിങ്കൊടി പ്രകടനങ്ങളുണ്ടാകും, പ്രതിഷേധമുണ്ടാകും. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടാകും. ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഒരുക്കേണ്ട ഉത്തരവാദിത്വം അത് ഭരണഘടനാപരമായ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ പരാജയപ്പെട്ടു. ഒന്നുകിൽ നിങ്ങളത് തുറന്നു പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം ചെയ്തതാണെന്ന് പറയണം. ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാൻ ബജ്രംഗ് ദൾ പോലുള്ള ഏതെങ്കിലും 2-3 സംഘടനയിൽപ്പെട്ട 10-20 പേരെ മാറ്റാൻ കഴിയുന്ന ഫോഴ്സ് പോലുമല്ല. അത്ര കണ്ട് ഇനഫിഷ്യൻസിയുള്ള കഴിവുകെട്ട സർക്കാരാണ് നിങ്ങളുടെ മധ്യപ്രദേശ് സർക്കാർ. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കൾ ആദ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മധ്യപ്രദേശിൽ പരിപാടിയിൽ പങ്കെടുക്കാനാവാതെ പോകേണ്ടി വന്ന വിഷയം, അതിനെ അപലപിക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷേ താങ്കളും വിമർശന വിധേയനാകുന്നത് കണ്ണൂരിലെ സംഭവം, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ തടഞ്ഞ സംഭവം വെച്ചുകൊണ്ടാണ്. അതുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ശ്രീ വി രാജേഷ് ഇവിടെ പറഞ്ഞ കാര്യം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി ഇവിടെ വന്ന സമയത്തുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾ, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാനും മടങ്ങിപ്പോകുവാനും കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണല്ലോ 2013 അദ്ദേഹം ശിവഗിരിയിൽ വന്ന് മടങ്ങിപ്പോയത്. ഇവിടെ വ്യാപകമായ പ്രതിഷേധം അതിനെതിരെ ഉണ്ടാവുകയും CPM നേതാക്കൾ ആ ചടങ്ങിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തതാണ്. അപ്പോൾ അന്ന് സ്വന്തം റിസ്കിലാണ് നരേന്ദ്രമോദി ഈ പരിപാടികളിൽ പങ്കെടുത്തത് എന്ന് ശ്രീ വി രാജേഷ് പറയുന്ന കാര്യം, അത് താങ്കൾ അംഗീകരിക്കുമോ? ഒരു അധികാരത്തെയും അല്ല, അത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ അതിനോട് ചേരുമോ എന്ന് ചോദിച്ചത്. മഞ്ജുഷ ചോദിച്ച ആദ്യ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്ത് വിമർശനത്തിന് വിധേയമായാലും കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ നേരത്തെ റഹീം പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് ഗവർണറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയാളാണ്. ആ മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിക്കാം, പ്രതിഷേധ പ്രകടനം നടത്താം, അല്ലെങ്കിൽ അതിലൊന്നും വിരോധമില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കല്ലെറിഞ്ഞ് മുഖത്ത് പരിക്കേൽപ്പിച്ച് മൂക്കിന് പരിക്കേൽപ്പിച്ച് അതിനെ ന്യായീകരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കൂലി എവിടെ ചെയ്താൽ എവിടെ കൂലി കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞത് തിരിച്ചു പറയുന്നതെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾ ഒരു വേറെ രീതിയിലാണെന്ന് റഹീം ദയവേത് വ്യാഖ്യാനിക്കരുത്. ഞങ്ങൾ അന്നും ഉമ്മൻചാണ്ടി എടുത്ത നിലപാട് നിങ്ങൾ കല്ലെറിഞ്ഞവർക്കെതിരെ സഹിഷ്ണുതയാണ് കാണിച്ചത്. ഇന്നും ഞങ്ങൾ എടുക്കുന്ന നിലപാട്, ഉമ്മൻചാണ്ടി പ്രസ്താവന നിങ്ങൾ വായിച്ചു കാണും. ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉണ്ടായ ഈ സമീപനത്തോട് അവിടെയും ഞങ്ങളുടെ സമീപനം മധ്യപ്രദേശ് ഗവൺമെൻറ്റിനും BJPക്കും സംഘപരിവാർ ശക്തിക്കുമെതിരവാണ്. ഈ രാഷ്ട്രീയത്തിലെ സഹിഷ്ണുത, അഭിപ്രായങ്ങളോടുള്ള ആശയപരമായ സംഘർഷത്തെ അത് നിലനിർത്തി നിൽക്കുമ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സഹിഷ്ണുത എന്ന് പറയുന്നതും പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ ആധാരശിലയാണെന്ന് എല്ലാവരും തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം മഞ്ജുഷി ചോദിച്ചത്, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ വന്നത്, ആ മുഖ്യമന്ത്രിയുമായി വന്ന സന്ദർഭത്തിൽ ഈ പല വിയോജിപ്പും അഭിപ്രായ ഭിന്നതകളും അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് ഭരണകാലത്തെ നരഹത്യക്കെതിരെ കേരളത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അടക്കമുള്ളവർക്ക് എതിരായി വികാരമുണ്ടായപ്പോഴും ആ വികാരത്തിന് ഉണ്ടായ സന്ദർഭത്തിലും ഇവിടെ വന്നപ്പോൾ കേരള ഗവൺമെൻറ് എല്ലാ പ്രോട്ടോകോൾ മര്യാദയും സംരക്ഷണവും സ്വന്തം റിസ്കിൽ വന്നതാണ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാലും ഇവിടെ വരുമ്പോൾ പോലീസ്, മറ്റ് സംവിധാനങ്ങൾ, എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായ വിമാനത്താവളം മുതൽ തിരിച്ച് വിമാനത്താവളം വരെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനത്തോടും കൂടി തന്നെയാണ് അദ്ദേഹം വന്നു പോയത് എന്ന കാര്യം സംശയം വേണ്ട. കേരളത്തിൽ ഇന്ന് വരെ ഒരു അന്യ സംസ്ഥാന മന്ത്രി, മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ വേണ്ട. ഞാനൊക്കെ MLA ആയി നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായി ജമ്മു കാശ്മീരിൽ പോയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ കർഫ്യൂവും കലാപവും ഉള്ളപ്പോൾ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടാറുണ്ട്. ഇവിടെ കേരളത്തിൽ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും MLA-മാരും നിയമസഭാ കമ്മിറ്റിയും പാർലമെന്റ് കമ്മിറ്റിയും വരാറുണ്ട്. അവർക്ക് പോലും സംരക്ഷണം കൊടുക്കാറുണ്ട്. ഇന്ന് വരെ ഒരു അസഹിഷ്ണുത ഉണ്ടായിട്ടില്ല. അത് LDF ഭരിച്ചപ്പോഴും ഉണ്ടായിട്ടില്ല. അതായത് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തിന് സുഗമമായി കേരളത്തിൽ വന്നു പോകുവാനും പരിപാടിയിൽ പങ്കെടുക്കുവാനുമുള്ള അവസരം കിട്ടി. പക്ഷേ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ അവസരം കിട്ടിയില്ല. മഞ്ജുഷേ, ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടിരുന്നത്. 4 തവണ നരേന്ദ്രമോദി അവസരം ചോദിച്ചപ്പോഴേക്കും കേരളത്തിൽ വരുന്നതിൽ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് റഹീം ഞാൻ പറഞ്ഞു റഹീമിന്റെ സമയത്ത് റഹീം പറഞ്ഞോളൂ. റഹീം, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. 4 തവണ നരേന്ദ്രമോദിക്ക് ക്രമസമാധാന പ്രശ്നം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വരുവാനുള്ള 5 വർഷത്തിനിടയ്ക്ക് 4 തവണ അവസരം നിഷേധിച്ചു. അദ്ദേഹം അപ്പോഴൊക്കെ തിരിച്ചുപോയി. ശിവഗിരി പരിപാടിയുടെ സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു 4 തവണ ഞാൻ കേരള പോലീസിന് അങ്ങനെയല്ല, വരാൻ പെർമിഷൻ ചോദിച്ചപ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റ് വിസ കൊടുക്കണമെന്ന് കത്തെഴുതിയ കക്ഷികളാണ്.
നരേന്ദ്രമോദി പറഞ്ഞു 4 തവണ നിങ്ങൾ പെർമിഷൻ നിഷേധിച്ചു, ഞാൻ മാറ്റിവെച്ചു, ഇനി എനിക്ക് ശിവഗിരിയിൽ വരണം. അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക്, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ, പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുന്ന സുരക്ഷ നിങ്ങൾ ഒരുക്കൂ, ബാക്കിയുള്ളത് ഞങ്ങളുടെ റിസ്കിൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇതാണ് എൻ്റെ വാക്കുകൾ. അല്ലാതെ സ്വന്തം സുരക്ഷയിൽ ശക്തിയിൽ മാത്രമാണ് വന്നത് ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല. ഇതാണ് ഫാക്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്ത സുഹൃത്തെ, പറഞ്ഞോളൂ. സംശയം രാജേഷ്, അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് എല്ലാ പ്രോഗ്രാമും മധ്യപ്രദേശ് ഗവൺമെന്റിന് ചീഫ് സെക്രട്ടറിക്കും പ്രോട്ടോകോൾ ഓഫീസർക്കും അയച്ചു കൊടുത്തിരുന്നു. അന്ന് അവിടെ പറയണം ഞങ്ങൾക്ക് ഇന്ന പരിപാടിക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് പറയണം. നിങ്ങളുടെ നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ അപ്പം അല്ലല്ല, താങ്കൾ കൂടുതൽ എങ്ങനെ നോവൽ പറഞ്ഞ എങ്ങനെ ചേട്ടാ? താങ്കളുടെ ചോദ്യം മനസ്സിലായി. ഉത്തരം ഞാൻ പറയാം. താങ്കൾ ചോദിച്ചത് പിണറായി വിജയൻ അങ്ങോട്ട് ചെന്നപ്പോൾ നേരത്തെ എന്തുകൊണ്ട് പറയാൻ പാടില്ല? അവിടെ ഒരു ക്രമസമാധാന പ്രശ്നവും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണല്ലോ രാവിലത്തെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തത്. അവിടെ ഒരു പ്രതിഷേധ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 19 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞത്. വേറൊരു കാര്യമുണ്ട്. ഈ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പല പരിപാടികളിൽ നിന്നും അദ്ദേഹം ഇത്തരത്തിൽ അസ്വസ്ഥനായി കേരളത്തിൽ തന്നെ ഇറങ്ങിപ്പോകുന്ന ചിത്രങ്ങളുണ്ട്. വേറൊന്നുണ്ട്, ഒരു പൊതുപരിപാടിയിൽ മാധവ കുമ്പള, നിങ്ങളുടെ ഒരു രക്തസാക്ഷിയാണ്, അത് ആ പേര് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ മൈക്ക് സെറ്റ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് കരുതിയിട്ട് മൈക്ക് സെറ്റ് തട്ടിയെറിയുന്ന ഒരു ചിത്രമുണ്ട്. ഒന്നെങ്കിലൊന്നുമല്ല, ഈ അസഹിഷ്ണുതയും അസ്വസ്ഥതയും റഹീം തടസ്സപ്പെടുത്തായിരിക്കും. റഹീം, ഇവിടെ സംഭവിച്ചത് എന്താ? 19 പേരെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്ന സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് കാത്തിരുന്നുവെങ്കിൽ ഒരു വിവാദവും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം കരുതിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാൻ പോലുമില്ല, അനുവാദമില്ല എന്ന് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ വോട്ട് വീണ്ടും ഞങ്ങൾക്ക് ഉറപ്പിച്ചു നിർത്താം. ഈ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം മുന്നിൽ കണ്ടത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്യാം. ഈ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്യാം. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.